എനിക്കൊരിക്കലും മോദിയെ പോലെ ആകാൻ കഴിയില്ല. അദ്ദേഹം ശാന്തനും സ്വാധീനമുള്ള നേതാവുമാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി G7 ഉച്ചകോടിക്കിടെ തന്നെ അവിടെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ഇടയിൽ പരസ്പരം പുകഴ്ത്തി മോദിയും ട്രംപും. ഇതോടുകൂടി തന്നെ ട്രംപ് ആകട്ടെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് തനിക്ക് ഒരിക്കൽ പോലും ഇനി മോദിയുടെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് പോലെയോ ചെയ്യാൻ കഴിയില്ല എന്ന ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. മോദി ലോകത്തിലെ നമ്പർ 1 നേതാവാണ് എന്ന് മോദിയെ ചേർത്ത് നിർത്താൻ ട്രംപ് ഇവിടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മോദി ആകട്ടെ ഒരു മധുര പ്രതികാരം എന്നതുപോലെ തന്നെ അവിടെ നിന്നും ട്രംപിൽ നിന്നും അകന്നു മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ട്രംപിനെ കയ്യിലെടുത്താൽ മാത്രമേ ഇനി മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ട്രംപ് ആകട്ടെ ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾ നടത്തുന്നതെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാനുള്ള നിങ്ങൾക്കിടയിലെ ആ ഒരു നീക്കം ലോക ശ്രദ്ധ നേടിയത് ആ കൂടിക്കാഴ്ചയ്ക്കിടയിൽ തന്നെ നടന്നതായി തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി തന്നെ ട്രംപ് സ്വീകരിക്കുന്ന നടപടികളിൽ സന്തോഷമുണ്ട് എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. മേഖലയിലെ സമാധാനം ആഗോള സ്ഥിരതയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും അനിവാര്യമാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കപ്പെടുന്നത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാകുമെന്ന് മോദി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലോക എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ ഹോർമൂസ് ആകട്ടെ സാധാരണ നിലയിലാകുന്നത് ഊർജ്ജ വിതരണത്തെയും ആഗോള വ്യാപാരത്തെയും ഗുണകരമായി തന്നെ സ്വാധീനിക്കുമെന്നതാണ് വിലയിരുത്തൽ. കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്കും പ്രധാനമന്ത്രി പ്രത്യേകം ഇവിടെ എടുത്തു കാര്യങ്ങൾ ഉന്നയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്ന നാവികരുടെയും ചരക്ക് കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ് അവിടെ അത്യാവശ്യമാണ് എന്നതാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് മുൻപും ശേഷവും ഇരു നേതാക്കളും പരസ്പരം പ്രശംസിച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശംസ നൽകിക്കൊണ്ടാണ് സംസാരിച്ചത്. മോദി ശാന്തനും സ്വാധീന ശക്തിയുമുള്ള നേതാവാണ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മോദിയെ പോലെ തന്നെ പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ല എന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ട്രംപിനെ നേരിൽ കാണുന്നതിനായി തന്നെ എത്തുകയും അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ഇവിടെ പ്രതികരണം അറിയിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ട ട്രംപ് ഇന്ത്യയുടെ ശക്തമായ സുഹൃത്തും സംരക്ഷകനുമായി തന്നെ തുടരുമെന്നും പറയുന്നു. അതേസമയം ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ അതിന് പുറമെ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കും ഈ കൂടിക്കാഴ്ച പുതിയ ഊർജം പകരുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക രാഷ്ട്രീയവും സാമ്പത്തിക രംഗവും നിർണായക വഴിത്തിരിവിലൂടെ തന്നെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആഗോള ശ്രദ്ധ നേടുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ തന്നെ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിലെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ തന്നെ മോദിക്ക് മുന്നിൽ ട്രംപ് എത്തുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ട്രംപ് അത് സ്വീകരിച്ചതിനാൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച വേളയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചതുപോലെ തന്നെ ട്രംപിന്റെ അവകാശവാദം തർക്ക വിഷയമായെങ്കിൽ മോദിയുടെ സാന്നിധ്യത്തിൽ 8 യുദ്ധങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കണ്ടില്ലെന്ന സൂചനകൾ ട്രംപ് നൽകുകയും ചെയ്തു. എളുപ്പം തീർക്കാവുന്ന പ്രശ്നമായിരുന്നുവെന്നും പക്ഷേ ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ അവിടെ കണ്ടുകൂടാ എന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയുടെ സംരക്ഷകനാണ് എന്നും ആര് ഇന്ത്യയെ ആക്രമിക്കാൻ എത്തിയാലും അതിനെ ചെറുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയത് ഉഭയകക്ഷി ബന്ധം ശക്തമായി തന്നെ തുടരുന്നതിന്റെ തെളിവായി തന്നെ വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.